വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇപ്പോൾ മെഡ്സർജ് ആണ് എടുക്കുന്നത്. മൈക്രോബയോളജി ഏകദേശം നമ്മൾ എടുത്തു കഴിഞ്ഞതാണ്. ഇനിയുള്ളതെന്ന് പറയുമ്പോൾ എൻഡോക്രൈൻ ഡിസോർഡേഴ്സിലെ ഒരു കുഷിംഗ് സിൻഡ്രോം എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. നമ്മൾ പൊതുവേ ഈ ഒരു പോർഷൻസ് ഒക്കെ പൊതുവെ ഇഗ്നോർ ചെയ്യാണ് പതിവ്. ബാക്കി നമ്മൾ ബാക്കിയെല്ലാം നമ്മൾ പഠിച്ചു പോകുമ്പോൾ എൻഡോക്രൈൻ മസ്കുലോസ്കെലറ്റിനൊക്കെ ആ ഒരു സൈഡിൽ ചിലപ്പോൾ മാറ്റിയിടുന്നുണ്ടാവും. പക്ഷെ എല്ലാവരുടെയും കാര്യമല്ല പറഞ്ഞത്. പൊതുവെ നമ്മളെല്ലാവരും അങ്ങനെ ആയിരിക്കാം. അപ്പൊ നമുക്ക് ഇന്നത്തെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പ്രീവിയസ് ഇയറിൽ റിപ്പീറ്റഡ് ആയിട്ട് കണ്ടൊരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ദാറ്റ് ഈസ് കുഷിംഗ് സിൻഡ്രോം. ഈ കുഷിംഗ് സിൻഡ്രോമിന്റെ വേറൊരു പേരെന്താണ്? ഹൈപ്പർ കോർട്ടിസോളിസം. കുഷിംഗ് സിൻഡ്രോമിന്റെ വേറൊരു പേരെന്താണ്? ഹൈപ്പർ കോർട്ടിസോളിസം എന്നാണ് ഈ ഒരു കുഷിംഗ് സിൻഡ്രോമിന്റെ വേറൊരു പേര്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കുഷിംഗ് സിൻഡ്രോം എന്താണെന്ന് പഠിക്കാം. കുഷിംഗ് സിൻഡ്രോം ഓർ ഹൈപ്പർ കോർട്ടിസോളിസം, ആ ഒരു വേർഡിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും ഹോർമോൺ കോർട്ടിസോളിന്റെ അതായത് അബ്നോർമലി ഹൈ ലെവൽസ് ഓഫ് ഹോർമോൺ കോർട്ടിസോളിനെയാണ് നമ്മൾ കുഷിംഗ് സിൻഡ്രോം എന്ന് പറയുന്നത്. അപ്പൊ എന്താ കുഷിംഗ് സിൻഡ്രോം ഓർ ഹൈപ്പർ കോർട്ടിസോളിസം എന്ന് പറയുന്നത്? ഇസ് അബ്നോർമലി ഹൈ ലെവൽസ് ഓഫ് ഹോർമോൺ കോർട്ടിസോൾ എന്നാണ് പറയുന്നത്. ഇപ്പൊ ഈ ഹോർമോൺ കോർട്ടിസോൾ എന്ന് പറയുന്നത് വളരെ നമ്മുടെ ബോഡിക്കൊക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഹോർമോണാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ BP മെയിൻറ്റെയിൻ ചെയ്യാനും സ്ട്രെസ് മെയിൻറ്റെയിൻ ചെയ്യാനും അതുപോലെ തന്നെ ഷുഗർ ലെവൽസ് മെയിൻറ്റെയിൻ ചെയ്യാനും നമ്മുടെ ഒരു നോർമൽ സ്ലീപ്പ് സൈക്കിൾ ഇല്ലേ അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഹോർമോൺ ആയിരുന്നു ഈ ഒരു കോർട്ടിസോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് അബ്നോർമലി നമ്മുടെ ബോഡിയിൽ ഈ ഒരു കോർട്ടിസോളിന്റെ ലെവൽ കൂടുന്ന ഒരു അവസ്ഥയാണ് കുഷിംഗ് സിൻഡ്രോം അല്ലെങ്കിൽ ഹൈപ്പർ കോർട്ടിസോളിസം എന്ന് പറയുന്നത്. അപ്പൊ അത്രയും മനസ്സിലായോ? ഓക്കെ, അതാണ് ഫസ്റ്റ് നിങ്ങൾ എഴുതേണ്ടത്, ഡെഫിനിഷൻ ആണ്. അപ്പോൾ കുഷിംഗ് സിൻഡ്രോം എന്ന് പറയുന്നത് എന്താണെന്ന് എഴുതുക. അതിനുശേഷം അതിന്റെ കോസസ് ഒന്നും നമുക്ക് അറിയത്തില്ല. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഒത്തിരി അതിലേക്ക് ഇങ്ങ് പോകണ്ട. അപ്പൊ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് അതിന്റെ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ ആണ്. ഓക്കെ, അതിന്റെ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ ഇതാണ്. അപ്പോ എന്തൊക്കെയാണ് അതിന്റെ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ എന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഫസ്റ്റ് ആണ് എന്താണ്? മൂൺ ഫേസ് ആണ്. സോ എന്താണ് മൂൺ ഫേസ്? ഇതുപോലെ ഇരിക്കുന്നതിനെയാണ് നമ്മൾ മൂൺ ഫേസ് എന്ന് പറയുന്നത്. ഓക്കേടാ, അപ്പൊ ഫസ്റ്റ് എന്താണ്? മൂൺ ഫേസ് ഉണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഫേഷ്യൽ പ്ലെത്തോറ എന്ന് പറയുമ്പോൾ ഒരു ഫേഷ്യൽ റെഡ്നെസ് അല്ലെങ്കിൽ ഒരു പേലിഷ് അപ്പിയറൻസിനെയാണ് നമ്മൾ ഫേഷ്യൽ പ്ലെത്തോറ എന്ന് പറയുന്നത്. അപ്പൊ മൂൺ ഫേസ് ഉണ്ടാവും, ഫേഷ്യൽ പ്ലെത്തോറ ഉണ്ടാവും. സുപ്രാ ക്ലാവിക്കുലർ ഫാറ്റ്. എന്താണ് ക്ലാവിക്കിൾ? നമുക്കറിയാലോ, നമ്മുടെ ബ്യൂട്ടി ബോൺ ആണ് ഈ ക്ലാവിക്കിൾ എന്ന് പറയുന്നത്. അവിടെ എന്താ? സുപ്രാ ക്ലാവിക്കിൾ, ഒത്തിരി ഫാറ്റ് പാർട്സ് ഉണ്ടാവും. കാരണം നല്ല പോലെ ഫാറ്റ് അടിഞ്ഞു കൂടിയിട്ടുണ്ടാവും. പിന്നെ ഉള്ളതാണ് നമ്മുടെ ബഫലോ ഹംബ് എന്ന് പറയുന്നത്. ഈ ബഫലോ ഹംബ് യൂഷ്വലി എവിടെയാണ്? ഒരു പുറകിലായിട്ടായിരിക്കും ഈ ഒരു ഫാറ്റ് പാർട്സ്, ഒരു അപ്പർ ബാക്ക് ഒരു സൈഡിലത്. ഇതാണ് നമ്മുടെ ബഫലോ ഹംബ് എന്ന് പറയുന്നത്. ഫസ്റ്റ് നമ്മൾ മൂൺ ഫേസ് പഠിച്ചു, ഫേഷ്യൽ പ്ലെത്തോറ, അതായത് ഫേസിൽ ഒരു റെഡ്നെസ് ഉണ്ടാവും. അതുപോലെ തന്നെ ഇങ്ങനെ ഒരു എന്താ പറയുന്ന അപ്പർ ബാക്കിൽ ഒരു ഫാറ്റ് പാഡ്സ് ഉണ്ടാവും. ഈ ഒരു ഫാറ്റ് പാഡ്സിനെയാണ് നമ്മൾ ബഫലോ ഹംബ്. ഇത് ഏതോ ഒരു യൂണിവേഴ്സിറ്റിയിൽ MCQ ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ബഫലോ ഹംബ് ഏതൊരു ഡിസീസ് കണ്ടീഷന്റെ ഒരു ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ ആണ്? അത് കുഷിംഗ് സിൻഡ്രോമിന്റെ ആണ്. ഓക്കെ, അപ്പൊ അതാണ് ഫസ്റ്റ്. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് ട്രങ്കൽ ഒബീസിറ്റി. ട്രങ്ക് എന്ന് പറയുന്നത് നോക്കി, അത് ഞാൻ കാണിച്ചു തരാം. അതായത് ഇതാണ് ആ ട്രങ്കൽ ഒബീസിറ്റി എന്ന് പറയുന്നത്. കണ്ടോ, ആ ഒരു പോർഷനിൽ മാത്രമായിട്ട് എന്താണ് ഭയങ്കരമായിട്ട് ഫാറ്റ് അടിഞ്ഞു കൂടിയിട്ടുണ്ടാവും. ആൻഡ് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് വെയിറ്റ് ഗെയിൻ നല്ലപോലെ ഉണ്ടാവും. പർപ്പിൾ സ്ട്രിയെ, അതായത് പർപ്പിൾ സ്ട്രെച്ച് മാർക്സ് ഉണ്ടാവും. ഇതാണ് ആ ഒരു സ്ട്രെച്ച് മാർക്ക്. ഈ ഒരു സ്ട്രെച്ച് മാർക്ക് നമുക്ക് ശരിക്കും ഉണ്ടാവുന്നത് നമുക്ക് പെട്ടെന്ന് തടി കൂടി കുറയുകയൊക്കെ ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലാണ് ഈ സ്ട്രെച്ച് മാർക്ക് ഉണ്ടാവുന്നത്. അപ്പോൾ ഒരു പർപ്പിൾ സ്ട്രിയെ എന്ന് പറയുന്നത് പർപ്പിൾ സ്ട്രെച്ച് മാർക്കാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ പ്രോക്സിമൽ മസിൽ വീക്ക്നെസ്, അതായത് പ്രോക്സിമലില് എന്താണ് ഒരു മസിൽ വീക്ക്നെസ് ആണ്. അപ്പൊ പ്രോക്സിമൽ എന്താണെന്ന് അറിയാലോ? നമുക്കറിയാം, ഇതൊരു ഷോൾഡർ ആണെങ്കിൽ ഈ ഒരു എൻഡിനെ നമ്മൾ പ്രോക്സിമൽ എന്നും അതിന്റെ താഴത്തേനെ നമ്മൾ ഡിസ്റ്റൽ എന്നും പറയും. അപ്പൊ അവിടെ എന്താണ് മസിൽ വീക്ക്നെസ് ഉണ്ടാവും. അതുപോലെ തന്നെ ഈസി ബ്രോസിങ്, ഒരു റെഡ്നെസ് ഒക്കെ നമ്മുടെ ബോഡിയിൽ ഉണ്ടാവും. അതുപോലെ തന്നെ ബ്ലഡ് പ്രഷർ കൂടും. പിന്നെ ഹിർസ്യൂട്ടിസം എന്ന് പറയുന്നത് എക്സസീവ് ഗ്രോത്ത്, അതായത് നമ്മുടെ ദേഹത്ത് മൊത്തം അബ്നോർമൽ ആയിട്ട് ഹെയർ ഗ്രോത്ത് ഉണ്ടാവും. അതുപോലെ തന്നെ ഓസ്റ്റിയോപീനിയ, അതായത് ലോ മിനറൽ ഡെൻസിറ്റിനെയാണ് നമ്മൾ ഓസ്റ്റിയോപീനിയ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഡയബറ്റീസ് മെലിറ്റസ്, ഞാൻ ഓൾറെഡി ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കോർട്ടിസോളിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് BPനെ മെയിൻറ്റെയിൻ ചെയ്യാനും സ്ട്രെസ്സിനെ മെയിൻറ്റെയിൻ ചെയ്യാനും ഷുഗർ ലെവൽസിനെ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മുടെ ഈ ഒരു ഹോർമോൺ കോർട്ടിസോൾ അവിടെ സഹായിക്കുന്നതായിരുന്നു. പക്ഷേ എന്താണ്, ഈ അബ്നോർമലി ഇത് ഹൈ ലെവൽ ആവുന്ന സമയത്ത് അവിടെ എന്താണ് ഷുഗർ ലെവലിനെ ഒന്നും മെയിൻറ്റെയിൻ ചെയ്യാതെ ആ ഒരാൾക്ക് ഡയബറ്റിസ് മെലിറ്റസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇമ്മ്യൂൺ ഫംഗ്ഷൻ അവിടെ കുറയുന്നുണ്ട്. കാരണം എന്താ, ലിംഫോസൈറ്റിന്റെ പ്രൊഡക്ഷൻ അവിടെ കുറയുകയും അവിടെ ആന്റിബോഡി ഫോർമേഷൻ ബ്ലോക്ക് ചെയ്യുകയും ചെയ്യുന്ന സമയത്ത് അവിടെ എന്താണ്
പയ്യെ പയ്യെ നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഇൻഫെക്ഷൻസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ വേറെ വരുന്ന കുറേ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് ഇമോഷണൽ ഡിസ്റ്റർബൻസ് ആണ്. അത് ഇമോഷണൽ ഡിസ്റ്റർബൻസ് എന്ന് പറയുന്നത് യൂഫോറിക് ബിഹേവിയർ ഒരു 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 കണ്ടീഷനാണ്. ഇത് നോട്ട് ചെയ്തോട്ടോ. യൂഫോറിക് ബിഹേവിയർ എന്ന് പറയുന്നത് ഒരു എക്സ്ട്രീം ഹാപ്പിനെസ്, അതായത് യൂഫോറിക് ബിഹേവിയർ, അതായത് ചിലർക്ക് യൂഫോറിയ വരും. അതായത് നമ്മൾ കേട്ടിട്ടുണ്ടാവും യൂഫോറിക് ബിഹേവിയർ എന്ന് പറയുന്നത് ആൾക്ക് എക്സ്ട്രീം ആയിട്ടുള്ള ഒരു എക്സൈറ്റ്മെന്റും ഹാപ്പിനെസ്സും ഉണ്ടാവും. ഓക്കെ. ആൻഡ് അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു കേസാണ് ഡിപ്രഷൻ. ഡിപ്രഷൻ എന്ന് പറയുന്നത് എക്സ്ട്രീം സാഡ്നെസ് ആയിരിക്കും. അതാണ് കാരണം നമ്മുടെ സ്ട്രെസ് ലെവൽസിനെയും ഇമോഷണലിനെയും ഒക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഹോർമോൺ ആയിരുന്നു നമ്മുടെ കോർട്ടിസോൾ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ എന്താ ഡിപ്രഷൻ വരും, ഒരു എക്സ്ട്രീം ആയിട്ടുള്ള ഒരു ഇന്റൻസ് സാഡ്നെസ്, ഹോപ്പ്ലെസ്നെസ് ഒക്കെ നമുക്ക് അവിടെ ഉണ്ടാവും. അപ്പോൾ ഫസ്റ്റ് യൂഫോറിക് ബിഹേവിയർ ഉണ്ടാവും, അതുപോലെ തന്നെ ഡിപ്രഷൻ ഉണ്ടാവും. ആൻഡ് തേർഡ് വൺ ആണ് സൈക്കോസിസ് എന്ന് പറയുന്നത്, ഇമോഷണൽ ഡിസ്റ്റർബൻസ്. ഇത് പലർക്കും പല രീതിയിലായിരിക്കും വരുന്നത്. അപ്പൊ സൈക്കോസിസ് എന്ന് പറയുന്നത് എന്താണ്, ഒരു പേഴ്സൺ, ഒരാൾക്ക് മര്യാദയ്ക്ക് അവർക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. അതായത് അവര് എന്താ പറയുന്നത്, ഒരു ഫാന്റസി വേൾഡിലായിരിക്കും. അതുപോലെ തന്നെ ഒരു അപ്രോപ്രിയേറ്റ് ആയിട്ട് അവർ ബിഹേവ് ചെയ്യും. ഓക്കെ. അപ്പോ ഫസ്റ്റ് എന്താണ്, യൂഫോറിയ ഒരു എക്സ്ട്രീം ആയിട്ടുള്ള എന്താ പറയുന്ന ഒരു സൈക്കാട്രിക് കണ്ടീഷൻ ആണ്. അവിടെ നമുക്കൊരു ലിമിറ്റ് ഉണ്ടാവത്തില്ല, ഒരു ഹാപ്പിനെസ്സിനും എക്സൈറ്റ്മെന്റിനും. ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു ഇന്റൻസ് സാഡ്നെസ് ആയിരിക്കും, ഒരു ഹോപ്പ്ലെസ്നെസ് ഉണ്ടാവുന്നു. സൈക്കോസിസ് എന്ന് പറയുന്നത് മര്യാദയ്ക്കൊന്നും ചിന്തിക്കാൻ പറ്റാതെ, ഫാന്റസി ചെയ്താ റിയാലിറ്റി ചെയ്താന്ന് അറിയാതുകൊണ്ട് തന്നെ അവർ അപ്രോപ്രിയേറ്റ്ലി ബിഹേവ് ചെയ്യുന്ന ഒരു കണ്ടീഷനാണ്. അതുപോലെ തന്നെ ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ അവിടെ വാട്ടർ റിട്ടൻഷൻ, അതായത് ഹൈപ്പർ ടെൻഷൻ, ഹൈ BP ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ഓൾറെഡി അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വാട്ടർ റിട്ടൻഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ വാട്ടർ റിട്ടൻഷൻ ഇത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സിംറ്റം ആണ്, വാട്ടർ റിട്ടൻഷൻ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇമ്മ്യൂണിറ്റി കുറയും. കാരണം എന്താ, ലിംബോസൈറ്റിന്റെ പ്രൊഡക്ഷൻ അവിടെ കുറഞ്ഞിട്ട് അവിടെ ആന്റിബോഡി ഒക്കെ ബ്ലോക്ക് ചെയ്യും. പിന്നെ വേറൊരു ഇമ്പോർട്ടന്റ് സിംറ്റം ആണ് പെപ്റ്റിക് അൾസർ. പെപ്റ്റിക് അൾസർ ഉണ്ടാവും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അതായത് സ്റ്റൊമക്കില് എക്സസ് സെക്രീഷൻ ഓഫ് പെപ്സിൻ ആൻഡ് അതുപോലെ തന്നെ നമ്മുടെ ഗ്യാസ്ട്രിക് മ്യൂക്കസ് അവിടെ എന്താണ്, റെഡ്യൂസ്ഡ് ആവുകയും ചെയ്യാണ്. കാരണം ഈ കോർട്ടിസോളിന്റെ ഒരു ആക്ഷൻ വഴി. പിന്നെ വേറൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു സിംറ്റം ആണ് ഹൈപ്പോകലീമിയ. അതായത് ഹൈപ്പോകലീമിയ, ഈ ഒരു ഹൈപ്പോകലീമിയ വരുമ്പോൾ നമ്മുടെ മസില് ഫുള്ളും വീക്ക് ആവുകയും മസിലിന്റെ മാസ് ഡാമേജ് ആവുകയും അവിടെ എന്താണ്, കാറ്റബോളിസം കൂടുകയും ചെയ്യും. കാരണം മെറ്റബോളിസത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഹോർമോൺ ആയിരുന്നു കോർട്ടിസോൾ. അപ്പൊ അവിടെ കാറ്റബോളിസം, അതായത് ബ്രേക്ക് ഡൗൺ ആയി നമ്മുടെ മസിൽ മാസ് ഒക്കെ കുറയുകയും ചെയ്യും. അപ്പൊ ഹൈപ്പോകലീമിയ, ബഫല്ലോ ഹമ്പ്, അതുപോലെ തന്നെ ഓസ്റ്റിയോപോറസിസും വരുന്നുണ്ട്. അഡീഷണൽ ആയിട്ട് ഓസ്റ്റിയോപോറസിസ് വരുന്നുണ്ട്. അഡ്രിനൽ ട്യൂമർ, ഹൈപ്പർപ്ലാസിയ, പിന്നെ തിൻ വ്രിങ്കിൾഡ് ഹൈപ്പർപ്ലാസിയ, പിന്നെ സ്ട്രെച്ച് മാർക്ക്, സ്ട്രേ എന്ന് പറയുന്ന സ്ട്രെച്ച് മാർക്ക് ആട്ടോ. പിന്നെ അമിനോറിയ എന്ന് പറഞ്ഞാൽ പെയിൻഫുൾ മെൻസ്ട്രേഷൻ, അങ്ങനെ അത് വരുന്നുണ്ട്. പെർപ്യൂറ, അതെ ഇതാണ് പെർപ്യൂറ എന്ന് പറയുന്നത്. പിന്നെ സ്കിൻ അൾസേഴ്സ്, കാരണം എന്താ, ഇമ്മ്യൂണിറ്റി ഒക്കെ അവിടെ ലോ ആണ്, ലിംഫോസൈറ്റ്സിന്റെ പ്രൊഡക്ഷൻ ഒക്കെ കുറയുകയാണ് ചെയ്യുന്നത്. പിന്നെ കാർഡിയക് ഹൈപ്പർ ട്രോഫി, അതാണ് നമ്മുടെ ഹൈപ്പർ ടെൻഷൻ. പിന്നെ എൻലാർജ്ഡ് സെല്ലാർ ടേർഷിക്ക, അതുപോലെ ഇമോഷണൽ ഡിസ്റ്റർബൻസ്, അതൊക്കെ ഉണ്ടാവും. ഇതൊക്കെയാണ് നമ്മുടെ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ. ഇത് എല്ലാവർക്കും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. പലർക്കും പല രീതിയിലായിരിക്കും ഒരു ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ ഉണ്ടാവുന്നത്. കാരണം എല്ലാവർക്കും ഇത്രയും ക്ലിനിക്കൽ ഒരു മാനിഫെസ്റ്റേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ആള് ഉറപ്പാ തട്ടിപ്പോവും. അത് സീരിയസ് ആയിട്ടും പറഞ്ഞാണ്. കാരണം ഇത്രയും ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. ഓക്കെ. അപ്പൊ അത്രയൊക്കെയാണ് നമ്മുടെ ഒരു ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ഓൾ അബൌട്ട് കോംപ്ലിക്കേഷനിലാണ് അഡിസോണിയൻ ക്രൈസിസ്. അപ്പൊ അഡിസോണിയൻ ക്രൈസിസ് എന്ന് പറയുമ്പോൾ ഇത് the patient with Cushing syndrome treated by withdrawal of corticosteroid by adrenalectomy and by removal of pituitary tumor is a risk for adrenal hypofunction and Addison crisis. അതായത് ഒരു കുഷിംഗ് സിൻഡ്രോം എന്ന് പറയുന്നത് ഹൈ ലെവൽസ് ഓഫ് കോർട്ടിസോൾ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ആണല്ലോ. അപ്പൊ നമ്മളിവിടെ കോർട്ടിക്കോസ്റ്റെറോയിഡ് എന്താണ് വിഡ്രോ ചെയ്തിട്ട് നമ്മൾ അഡ്രിനലെക്ടമി എന്ന് പറയുമ്പോൾ അവിടെ അഡ്രിനൽ ഗ്ലാൻഡ് അവിടെ റിമൂവ് ചെയ്തിട്ടും അതുപോലെ പിറ്റ്യൂട്ടറി ട്യൂമർ
അവിടെ എന്താണ് അഡ്രനൽ ട്യൂമറൊക്കെ വരുന്നുണ്ടല്ലോ, അവിടെ ആ ഒരു ട്യൂമറിനെ ഒക്കെ റിമൂവ് ചെയ്തിട്ട് അങ്ങനെ വരുമ്പോൾ എന്താണ് നമ്മുടെ ആ ഒരു അഡ്രനൽ ഗ്ലാൻഡ് നല്ലപോലെ ഫങ്ഷൻ ചെയ്യുന്നില്ല. ഈ അഡിസൺ ക്രൈസിസ് വരുമ്പോൾ എന്താ അവിടെ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ BP കുറഞ്ഞ് അവിടെ എന്താണ് ഡീഹൈഡ്രേഷൻ, അങ്ങനെ ഡിഫറെന്റ് കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും. അതാണ് ഈ ഒരു അഡിസോണിയൻ ക്രൈസിസ് എന്ന് പറയുന്നത്. ഇനി അഡ്വേഴ്സ് എഫക്റ്റ് ഓഫ് കോർട്ടിക്കോസ്റ്റെറോയിഡ് ആക്ടിവിറ്റി, അതായത് നമ്മൾ ചില ടൈമിൽ ഈ ഒരു ചില ടൈമിൽ അങ്ങനെ ഒരു വെയിറ്റ്, അതുപോലെ തന്നെ ഇലക്ട്രോലൈറ്റ് സ്റ്റാറ്റസ്, ഇതൊക്കെ എന്താണ് ചില ടൈമിൽ കൂടുകയോ കുറയോ ഒക്കെ വരും. സോ അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും അതിങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അപ്പൊ അഡിസോണിയൻ ക്രൈസിസ് ഉണ്ട്, കാരണം അവിടെ എന്താണ് കോർട്ടിക്കോസ്റ്റെറോയിഡ് വിഡ്രോ ചെയ്തിട്ട് നമ്മൾ അവിടെ അഡ്രിനലക്ടമി, പിറ്റ്യൂട്ടറി ട്യൂമർ ഒക്കെ റിമൂവ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒബ്വിയസ്ലി അഡ്രിനാലിൻ ആ ഒരു ഗ്ലാൻഡിന്റെ ഫംഗ്ഷൻ കുറയ്ക്കുകയും അപ്പൊ അവിടെ ഒത്തിരി കോംപ്ലിക്കേഷൻ, BP കുറയൊക്കെ ചെയ്യും. പിന്നെ അതുപോലെ തന്നെ അഡ്വേഴ്സ് എഫക്ട് ഓഫ് കോർട്ടിക്കോസ്റ്റെറോയിഡ് ആക്ടിവിറ്റി, അതായത് കോർട്ടിക്കോസ്റ്റെറോയിഡ് നമ്മൾ ഒത്തിരി കഴിക്കുമ്പോൾ അവിടെ അഡ്വേഴ്സ് എഫക്റ്റ് ഒക്കെ ഉണ്ടാവാനായിട്ടുള്ള ഒരു ചാൻസും ഉണ്ട്. അപ്പൊ ഇതാണ് കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് ഈസ് ഓൾ അബൌട്ട് ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ. അപ്പോൾ ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ ആസ് യൂഷ്വൽ ഹിസ്റ്ററി കളക്ഷൻ. നമ്മൾ ഹിസ്റ്ററി കളക്ഷൻ എന്താണ്, നമ്മുടെ അവരുടെ സൈൻസ് ആൻഡ് സിംറ്റംസ്, അതായത് എന്തെങ്കിലും മൂൺ ഫേസ് ഉണ്ടോ, ഫേഷ്യൽ പ്ലത്തോറ, സൂപ്രാക്ലാവിക്കുലർ ഫാറ്റ് പാഡ്സ് ഉണ്ടോ, ബഫല്ലോ ഹംപ് ഉണ്ടോ, ട്രങ്കൽ ഒബീസിറ്റി ഉണ്ടോ, വെയിറ്റ് ഗെയിൻ ഉണ്ടോ, സ്ട്രെച്ച് മാർക്സ് ഉണ്ടോ, അതുപോലെ തന്നെ ഈസി ബ്രൂസിങ്, അബ്നോർമൽ ആയിട്ടുള്ള ഹെയർ ഗ്രോത്ത്, അതൊക്കെ ഉണ്ടോ നമ്മൾ ചെക്ക് ചെയ്യുക. ആൻഡ് നെക്സ്റ്റ് വൺ ഇറ്റ് ഈസ് ഫിസിക്കൽ എക്സാമിനേഷൻ. നമുക്കൊരു ഫിസിക്കൽ എക്സാമിനേഷൻ വഴി നമുക്ക് കുറെ നമ്മൾ നോക്കുക. പിന്നെ ഇനിയുള്ളതാണ് നമ്മുടെ ലോ ഡോസ് ഡെക്സാമെഥസോൺ സെപ്പറേഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതൊന്നുമില്ലടാ, ദ പേഷ്യന്റ് ടേക്സ് എ സ്മോൾ ഡോസ് ഓഫ് മെഡിസിൻ കോൾഡ് ഡെക്സാമെഥസോൺ അറ്റ് നൈറ്റ്. Okay, the next morning blood is tested to check the cortisol level. Normally cortisol should be low, but in Cushing syndrome it stays high. അതായത് ഇവിടെ ഒന്നുമില്ലടാ, നമ്മുടെ പേഷ്യന്റ് ഡെക്സാമെഥസോൺ എന്ന് പറയുന്ന ഒരു ടാബ്ലറ്റ് നമ്മൾ എടുത്തു, ഒരു ലോ ഡോസ് ആണ്. ആ ഒരു ഡോസ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 1 mg ഓറലി ആയിരിക്കണം നമ്മളത് കൊടുക്കാൻ. ഓക്കെ, അത് ഓർത്തിരിക്കുക. അപ്പൊ നമ്മൾ നെക്സ്റ്റ് മോർണിംഗിൽ നമ്മൾ ആ ഒരു ഈ ഒരു രാത്രിയില് 1 mg ഓറലി ഡെക്സാമെഥസോൺ എന്ന് പറയുന്ന ഒരു ടാബ്ലറ്റ് പേഷ്യന്റ് കഴിച്ചു. രാവിലെ നമ്മൾ എന്താണ് കോർട്ടിക്കോൾ ലെവല് ബ്ലഡിൽ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുകയാണ്. അപ്പൊ നോർമലി നോക്കി കഴിയുമ്പോൾ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു പേഴ്സന്റെ കണ്ടീഷനിൽ കോർട്ടിസോൾ ലോ ആയിരിക്കും. പക്ഷേ കുഷിംഗ് സിൻഡ്രോമിന്റെ കേസിൽ അതെന്താടാ, അത് ഹൈ ആയിരിക്കും. അപ്പൊ ഡെക്സാമെഥസോൺ എന്ന് പറയുന്നൊരു ടാബ്ലറ്റ് രാത്രി എടുത്ത് ഒരു 1 mg ഓറലിയാണ് നമ്മൾ എടുത്തത്. രാവിലെ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ് കോർട്ടിസോൾ ലെവല് എത്രമാത്രം ഉണ്ടെന്ന്. നോർമൽ ആയിട്ടുള്ള ഒരു പേഷ്യന്റിന്റെ കോർട്ടിസോൾ ലെവല് മോർണിംഗ് യൂഷ്വലി ലോ ആണ്, പക്ഷേ കുഷിംഗ് സിൻഡ്രോം ഉള്ള പേഷ്യന്റിന് നല്ല ഹൈ ആയിരിക്കും. അപ്പൊ ഫസ്റ്റ് അതാണ്. അപ്പൊ അത് ഓക്കെ ആണല്ലോ. ഇനിയുള്ളതാണ് മെറ്റിയാപ്രോൺ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഓർഡറിൽ തന്നെ പോവാം. അപ്പൊ CRH സ്റ്റിമുലേഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓർഡർ ഒന്ന് തെറ്റിപ്പോയി. CRH എന്ന് പറയുന്നത് കോർട്ടിക്കോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ ആണ്. എന്താടാ CRH എന്ന് പറയുന്നത്? കോർട്ടിക്കോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ ആണ്. അപ്പൊ നമ്മുടെ ബോഡിയിൽ CRH എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉണ്ട്. അപ്പോൾ എ ഹോർമോൺ കോൾഡ് CRH, അതായത് കോർട്ടിക്കോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ, ഈസ് ഗിവൺ ടു സീ ഇഫ് ദ ബോഡി റിലീസസ് ടു മച്ച് ACTH. ACTH എന്ന് പറയുന്നത് എന്താണ്? എന്താണ് ACTH എന്ന് പറയുന്നത്? ദാറ്റ് ഇസ് നത്തിങ് ബട്ട്, ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട് അഡ്രിനോട്രോപ്പിക് റിലീസിങ് ഹോർമോൺ എന്ന് പറയുന്നത്, അഡ്രിനോ കോർട്ടിക്കോട്രോപ്പിക് ഹോർമോൺ എന്ന് പറയുന്നതാണ് അത്. അപ്പോൾ നമ്മളൊരു CRH എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉണ്ട്, നമ്മൾ അത് കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ നോക്കുകയാണ് ഈ അഡ്രിനോ കോർട്ടിക്കോട്രോപ്പിക് ഹോർമോൺ ആൻഡ് കോർട്ടിസോൾ അത് ഒത്തിരി റിലീസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ റിലീസ് ചെയ്യുവാണെങ്കിൽ അവിടെ കുഷിംഗ് സിൻഡ്രോം ഉണ്ടെന്നാണ് അർത്ഥം. അതായത് നമ്മൾ കോർട്ടിക്കോട്രോപ്പിക് റിലീസിങ് ഹോർമോൺ എന്ന് പറയുന്നൊരു ഹോർമോൺ നമ്മൾ ഒരാൾക്ക് കൊടുക്കുകയാണ്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബോഡി ഒത്തിരി അഡ്രിനോ കോർട്ടിക്കോട്രോപ്പിക് റിലീസിങ് ആയിട്ടുള്ള ഹോർമോണും കോർട്ടിസോളും ഒത്തിരി അവിടെ റിലീസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് അവിടെ കുഷിംഗ് സിൻഡ്രോം ഉണ്ടെന്നാണ് അർത്ഥം. ഇനി അടുത്തതാണ് യൂറിനറി ഫ്രീ കോർട്ടിസോൾ എക്സ്ക്രീഷൻ. അതായത് urine is collected for 24 hours to measure the amount of free cortisol. High level such as Cushing. അതായത് നമ്മൾ 24 hours നമ്മൾ എടുത്തു. അങ്ങനെ നോക്കി കഴിയുമ്പോൾ യൂറിനിൽ ഹൈ ലെവൽസ് ഓഫ് കോർട്ടിസോൾസ് കാണുവാണെങ്കിൽ അവിടെ എന്താടാ,
കുഷിംഗ് സിൻഡ്രോം ഉണ്ടെന്നാണ് അർത്ഥം. അപ്പൊ ഫസ്റ്റ് നമ്മളൊരു ഡെക്സാമെഥസോൺ രാത്രി കൊടുത്ത് രാവിലെ നോക്കി, അതുപോലെ തന്നെ CRH ഹോർമോൺ കൊടുത്തു. അപ്പൊ രാവിലെ നമ്മൾ അവിടെ ഹൈ ലെവൽസ് ഉണ്ടെങ്കിൽ അവിടെ കുഷിംഗ് ഉണ്ടാണെന്നാണ് അർത്ഥം. പിന്നെ യൂറിൻ എക്സ്ക്രീഷൻ അങ്ങനെ നോക്കി കഴിയുമ്പോൾ യൂറിനിൽ ഹൈ ലെവൽ ഓഫ് കോർട്ടിസോൾ ഉണ്ടെങ്കിൽ അവിടെ കുഷിംഗ് സിൻഡ്രോം ഉണ്ടെന്നാണ് അർത്ഥം. പിന്നെ മെറ്റിയാപ്രോൺ ടെസ്റ്റ്, എ മെഡിസിൻ കോൾഡ് മെറ്റിയാപ്രോൺ ഇസ് ഗീവൻ വിച്ച് ബ്ലോക്സ് കോർട്ടിസോൾ പ്രൊഡക്ഷൻ. Normally, if cortisol drops, the body should make more ACTH and other hormone. If this doesn't happen, it mean a problem in the adrenal or pituitary gland. അതായത് ഒരു മെറ്റിയാപ്രോൺ ടെസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ കോർട്ടിക്കോൾ പ്രൊഡക്ഷനെ നമ്മുടെ ബോഡിയിൽ ഇത് ബ്ലോക്ക് ചെയ്യും. അതായത് ഈ ഒരു മെഡിസിൻ കൊടുത്തു കഴിഞ്ഞാൽ യൂഷ്വലി അവിടെ ഇങ്ങനെ എന്താ പറയുന്നത്, കോർട്ടിസോൾ പ്രൊഡക്ഷൻ ഡ്രോപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ബോഡി എന്താണ് ACTH ഹോർമോണും അതർ ഹോർമോൺസും ഒക്കെ ഇത് ഡ്രോപ്പ് ആയതുകൊണ്ട് പിന്നെ ഉണ്ടാക്കാനായിട്ട് പറയും. അപ്പൊ ഇങ്ങനെ യൂഷ്വലി ഇത് നടന്നില്ലെങ്കിൽ അവിടെ എന്തോ ഒരു അഡ്രിനൽ അല്ലെങ്കിൽ ഒരു പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്നാണ് അർത്ഥം. യൂഷ്വലി കുഷിംഗ് സിൻഡ്രോമിൽ അങ്ങനെ നടക്കത്തില്ല. ഓക്കെ, പിന്നെ ഉള്ളതാണ് ബ്ലഡ് ടെസ്റ്റ് നമ്മൾ യൂഷ്വലി ചെക്ക് ചെയ്യുന്നുണ്ട്. അതെന്താണ്, ആ ഒരു കോർട്ടിക്കോൾസ് ലെവൽസും ACTH എന്തോരം ഉണ്ടെന്ന് ഹൈ ആണെങ്കിൽ അവിടെ കുഷിംഗ് സിൻഡ്രോം ഉണ്ടെന്നാണ് അർത്ഥം. പിന്നെ അതുപോലെ തന്നെ ഇലക്ട്രോലൈറ്റ് ടെസ്റ്റ് നമ്മൾ കൊടുക്കും. അതായത് മിനറൽസ്, നമ്മൾ ഓസ്റ്റിയോപീനിയ എന്ന് പറഞ്ഞ സിംറ്റം അടിച്ചായിരുന്നു. അപ്പൊ യൂഷ്വലി കുഷിംഗ് സിൻഡ്രോമിന് മിനറൽസ് എല്ലാം ലോ ആയിരിക്കും. ഇനിയുള്ളതാണ്, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറിപ്പോയതാട്ടോ. അപ്പോൾ ഇനി അടുത്തത് കോർട്ടിസോൾ പാറ്റേൺ ടെസ്റ്റ്. ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കോർട്ടിക്കോൾസ് ലെവൽ എന്ന് പറയുന്നത് യൂഷ്വലി മിഡ് നൈറ്റിന് നല്ല ലോ ആയിരിക്കും. ഇപ്പോൾ കോർട്ടിസോള് ആ ഒരു ടൈമിൽ ഹൈ ആണെങ്കിൽ, നമ്മളപ്പോൾ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഹൈ ആണെങ്കിൽ അവിടെ കുഷിംഗ് സിൻഡ്രോം ഉണ്ടെന്നാണ് അർത്ഥം. ഏകദേശം രാവിലെയൊക്കെ ആകുമ്പോൾ ലോ ആയിരിക്കും, മിഡ് നൈറ്റിലും അത് ലോ ആയിരിക്കും. ആ ഒരു ടൈമിൽ പിന്നെ ഉണ്ടെങ്കിൽ അവിടെ കുഷിംഗ് സിൻഡ്രോം ഉണ്ടെന്നാണ് അർത്ഥം. ഇനി ലോ ഡോസ് DST എന്ന് പറഞ്ഞാൽ ഡെക്സാമെഥസോൺ, നമ്മളത് കൊടുത്തു, അതൊക്കെ ഓക്കെയാണ്. പിന്നെ മോർണിംഗ് പ്ലാസ്മ ACTH ടെസ്റ്റ്, നമ്മൾ രാവിലെ ACTH നമ്മൾ ഹോർമോൺ ലെവൽ ചെക്ക് ചെയ്തു. ലോ ACTH ആണെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെന്നാണ് അർത്ഥം. അതുപോലെ തന്നെ ഹൈ ACTH അഡ്രിനോ കോർട്ടിക്കോട്രോപ്പിക് റിലീസിങ് ഹോർമോണിന് ഹൈ ആണെങ്കിൽ അവിടെ ബ്രെയിനിന് എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്നാണ് അർത്ഥം. ഇനി അൺസപ്രസ്ഡ് ACTH ടെസ്റ്റ്, അതായത് ഇഫ് ACTH is still high, it confirms body is producing too much ACTH which can cause Cushing syndrome. പിന്നെ അതുപോലെ തന്നെ ഹൈ ഡോസ് നമ്മൾ കൊടുക്കുകയാണ്. നമ്മൾ ആദ്യം ലോ ഡോസ് കൊടുത്തു, ഹൈ ഡോസ് കൊടുക്കുകയാണ്. അപ്പോൾ ഇനി കോർട്ടിക്കോൾ ലെവൽ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു പിറ്റ്യൂട്ടറി പ്രോബ്ലം ഉണ്ടെന്നാണ് അർത്ഥം. ഇനി പിന്നെ അത് ഹൈ ആണെങ്കിൽ വേറൊരു ട്യൂമർ ഉണ്ടെന്നാണ് അവിടെ അർത്ഥം. പിന്നെ CRH ടെസ്റ്റ് എന്ന് പറയുന്നത് അവിടെ കോർട്ടിക്കോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ ടെസ്റ്റ് ആണ്. ഇത് CRH ഹോർമോൺ എന്താണ് is given to check how the body reacts. If ACTH and cortisol increase a lot, it suggests Cushing syndrome. അതായത് CRH നമ്മൾ കൊടുത്തു, അപ്പോൾ നമ്മുടെ ബോഡി എങ്ങനെയാണ് ഇത് റിയാക്ട് ചെയ്യുന്നത്, ACTHും അതുപോലെ തന്നെ കോർട്ടിസോളും നല്ല ഹൈ ആണെങ്കിൽ അവിടെ കുഷിംഗ് സിൻഡ്രോം ഉണ്ടെന്നാണ് അർത്ഥം. അതുപോലെ തന്നെ ഇമേജിംഗ് ടെസ്റ്റ് CT MRI, ഈ അഡ്രിനൽ ഗ്ലാൻഡ്സിലും പിറ്റ്യൂട്ടറി ഗ്ലാൻഡിലും ട്യൂമേഴ്സ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, അവിടെ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. പിന്നെ അതുപോലെ തന്നെ സോഡിയം ഇസ് യൂഷ്വലി ഹൈ ആൻഡ് പൊട്ടാസ്യം ഇസ് ലോ, അതായത് ഹൈപ്പോകലീമിയ എന്ന് പറഞ്ഞൊരു സിംറ്റം, സോഡിയം ഭയങ്കര കൂടുതലാണ്, അതുവഴി നമുക്ക് വാട്ടർ റിട്ടൻഷൻ ഉണ്ടാവും. ബ്ലഡ് സ്റ്റഡീസ് എന്ന് പറയുമ്പോൾ ഹൈ ബ്ലഡ് ഷുഗർ, ഡയബറ്റിസ് മെലിറ്റസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുപോലെ ലോ ഇസ്നോഫിൽസ്, അതുപോലെ ലിംഫോസൈറ്റ് എന്ന് പറയുന്നതൊക്കെ പ്രൊട്ടക്ഷൻ അവിടെ നിൽക്കുന്നുണ്ടാവും. അപ്പൊ ഇത്രയൊക്കെയാണ് ഉള്ളത്. അപ്പൊ ഫസ്റ്റ് നമ്മൾ ലോ ഡെക്സാമെഥസോൺ എന്താണ് രാത്രി കൊടുത്തു, രാവിലെ നോക്കിയപ്പോൾ ഹൈ ആണെങ്കിൽ അവിടെ കുഷിംഗ് സിൻഡ്രോം ഉണ്ടെന്നാണ് അർത്ഥം. പിന്നെ ഉള്ളത് എന്താ നമ്മൾ നോക്കിയത്, പിന്നെ CRH സ്റ്റിമുലേഷൻ ടെസ്റ്റ് നമ്മളത് കൊടുത്തു, CRH കൊടുത്തു. അപ്പോൾ എന്താണ് ടൂ മച്ച് ഓഫ് ACTH ആണെങ്കിൽ അവിടെ കുഷിംഗ് ഉണ്ടെന്നാണ് അർത്ഥം. അതുപോലെ 24 hours യൂറിനിൽ നോക്കി കഴിയുമ്പോൾ അവിടെ കോർട്ടിസോൾ ഉണ്ടെങ്കിൽ അവിടെ അതുണ്ടെന്നാണ് അർത്ഥം. അതുപോലെ മെറ്റിയാപ്രോൺ എന്ന് പറഞ്ഞാൽ യൂഷ്വലി കോർട്ടിസോൾ ബ്ലോക്ക് ചെയ്യും. അപ്പോൾ അവിടെ എന്താണ് പറയുന്നത്, ഇതങ്ങനെ ബ്ലോക്ക് ചെയ്യുന്ന സമയത്ത് ബോഡി അത് പിന്നെ ഉണ്ടാക്കാനായിട്ട് തുടങ്ങും. ഇതങ്ങനെ നടന്നില്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെന്നാണ് അർത്ഥം. ബ്ലഡ് സാമ്പിൾസ് നോക്കുക, ഇലക്ട്രോലൈറ്റ് നോക്കുന്നുണ്ട്. അതുപോലെ കോർട്ടിസോൾ പാറ്റേൺ, അതായത് മിഡ് നൈറ്റിൽ ലോ ആയിരിക്കും, അതുണ്ടെങ്കിൽ കുഷിംഗ് ഉണ്ടെന്നാണ് അർത്ഥം. അതുപോലെ തന്നെ മോർണിംഗ് പ്ലാസ്മ ചെക്ക്, അതായത് ACTH എന്താണ് ലോ ആണെങ്കിൽ അവിടെ അഡ്രിനൽ ഗ്ലാൻഡിന് എന്തോ പ്രോബ്ലം ഉണ്ട്, ഹൈ ആണെങ്കിൽ ബ്രെയിനിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്. അതുപോലെ തന്നെ ACTH എന്ന് പറയുന്നത് ഭയങ്കര ഹൈ ആണ്, അവിടെ എന്താണ്
ക്യൂഷിംഗ് സിൻഡ്രോം ഉണ്ടെന്നാണ് അർത്ഥം. ഡെക്സാമെഥസോൺ നമ്മൾ ഹൈ ആയിട്ട് കൊടുക്കുകയാണ്. കോർട്ടിസോൾ ഡ്രോപ്പ് ചെയ്യുകയാണെങ്കിൽ അവിടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ എന്തോ ഒരു പ്രോബ്ലം ഉണ്ട്. കോർട്ടിക്കോൾ സ്റ്റേ ഹൈ, അനദർ ട്യൂമർ ഉണ്ടാവാൻ. CRS ടെസ്റ്റ് അതെങ്ങനെയാണ് നമ്മുടെ ബോഡി അതിന് റിയാക്ട് ചെയ്യുന്നതെന്നുള്ള ഇതാണ്. പിന്നെ ഇമേജിങ് CT MRI ട്യൂമർ ഉണ്ടോ എന്ന് നോക്കാൻ. ഇലക്ട്രോലൈറ്റ് സോഡിയം നല്ല ഹൈ ആയിരിക്കും, പൊട്ടാസ്യം കുറവായിരിക്കും. പിന്നെ ഡയബറ്റിസ് മെലിറ്റസ്, അതുപോലെ തന്നെ ഹൈ ബ്ലഡ് പ്രഷർ, അതൊക്കെ ഹൈ ബ്ലഡ് പ്രഷർ, ബ്ലഡ് ഷുഗർ, ലോ ഇസ്നോഫിൽസ്, അത് WBC കുറവായിരിക്കും, കാരണം അവിടെ ഇമ്മ്യൂണിറ്റി ഭയങ്കര കുറവായിരിക്കും. ഓക്കെ, ഇനിയുള്ളതാണ് അതിന്റെ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ പല രീതിയിലുള്ള മാനേജ്മെന്റ് ഉണ്ട്. അപ്പോൾ സെലക്റ്റീവ് ട്രാൻസ്പെനോയിഡൽ റിസെഷൻ റിപ്പീറ്റ് സർജറി ആൻഡ് പിറ്റ്യൂട്ടറി ഇറേഡിയേഷൻ ഡ്രഗ്സ് ഇൻഹിബിറ്റിംഗ് സച്ച് ആസ് കീറ്റോകോണസോൾ, മെറ്റിയപ്രോൺ, മിറ്റോടെയിൻ, ട്രിലോസ്റ്റെയിൻ, അതൊക്കെ നമുക്ക് കൊടുക്കാം. അത് നമ്മൾ ഇതിലെങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല. നമ്മൾ ഓരോന്നിന്റെയും ഇതാണ് നമ്മൾ മാനേജ്മെന്റ് ആണ് ഇവിടെ നോക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ മാനേജ്മെന്റ് ഓഫ് അഡ്രിനൽ കോസസ്. അപ്പോൾ ഫസ്റ്റ് വൺ എന്താ, ഇൻ കേസസ് ഓഫ് അഡ്രിനൽ അഡിനോമ, എന്തെങ്കിലും ട്യൂമർ ഒക്കെ വരുവാണെങ്കിൽ യൂണിലാറ്ററൽ അഡ്രിനലക്ടമി ഫോളോഡ് ബൈ ടെമ്പററി ഗ്ലൂക്കോകോർട്ടിക്കോയിഡ് റിപ്ലേസ്മെന്റ് മേ ബി നെസറി. അതായത് അവിടെ അഡ്രിനൽ ട്യൂമർ ഉണ്ടെങ്കിൽ നമ്മൾ യൂണിലാറ്ററൽ ആയിട്ട് അവിടെ എന്താണ് ആ ഒരു അഡ്രിനൽ ഗ്ലാൻഡിന്റെ ഒരു പോർഷൻ റിമൂവ് ചെയ്തിട്ട് ഒരു ടെമ്പററി ഗ്ലൂക്കോകോർട്ടിക്കോയിഡ് റിപ്ലേസ്മെന്റ് അവിടെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനിയുള്ളതാണ് അഡ്രിനൽ കാർസിനോമ. അറ്റംപ്റ്റ് അഡ്രിനെക്ടമി, മിറ്റോടെയിൻ ഒരു അഡ്രിനക്ടമി ഏജന്റ് ആണ്. എട്ടോപൊസൈഡ്, ഡിക്സോറൊബേസിൻ, സിസ്പ്ലാന്റിൻ, റേഡിയോതെറാപ്പി. സോ ഇതൊക്കെ നമ്മൾ ഓർത്തിരിക്കത്തില്ല, അത് നമ്മൾ 100% ഷുവറാണ്, നമുക്ക് ഇതെല്ലാം ഒന്നും ഓർത്തിരിക്കാൻ പറ്റത്തില്ല. നമ്മൾ അഡ്രിനൽ കാർസിനോമ വന്നു കഴിഞ്ഞാൽ അഡ്രിനെക്ടമി ചെയ്യാം, അതുപോലെ തന്നെ റേഡിയോ തെറാപ്പി ഒക്കെ ചെയ്യാം. പിന്നെ അഡ്രിനൽ അഡിനോമ, അതായത് ട്യൂമർ ഒക്കെ ആണെങ്കിൽ യൂണിലാറ്ററലി അത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഗ്ലൂക്കോകോർട്ടിക്കോസ്റ്റെറോയിഡ് നമുക്ക് റീപ്ലേസ്മെന്റ് ചെയ്യാൻ പറ്റും. ഇനി പിറ്റ്യൂട്ടറി കോസ് ആണെങ്കിൽ റേഡിയോ തെറാപ്പി നമുക്ക് കൊടുക്കാം. ഓക്കെ, ഇനി എക്ടോപിക് ACTH സിൻഡ്രോം ആണെങ്കിൽ ട്യൂമർ എക്സിഷൻ അസോസിയേറ്റഡ് വിത്ത് സ്മോൾ സെൽ ലങ് ക്യാൻസേഴ്സ്, പുവർ പ്രോഗ്നോസിസ്, മെഡിക്കൽ ട്രീറ്റ്മെന്റ് വൈൽ ട്രീറ്റിംഗ് ദ അണ്ടർലൈങ് ട്യൂമർ. ഇഫ് ആൻ എക്ടോപിക് സോഴ്സ് ഇസ് നോട്ട് ഫൗണ്ട്, കൺസിഡർ ബൈലാറ്ററൽ അഡ്രിനലക്ടമി, ദെൻ കീപ് മോണിറ്ററിംഗ്. അതായത് അവിടെ നമ്മൾ റിമൂവൽ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എല്ലാത്തിലും. ഇത് അധികം അങ്ങനെ നിങ്ങൾ എഴുതിയില്ലെങ്കിലും പ്രശ്നമില്ല. പിന്നെ ഉള്ളതാണ് നിങ്ങൾ ആകെ എഴുതേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്രിനലക്ടമി ചെയ്യുന്നുണ്ട്. ഓക്കെ, യൂണിലാറ്ററലും ബയലാറ്ററലും ചെയ്യുന്നുണ്ടെന്ന് എഴുതുക. പിന്നെ മെഡിക്കൽ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് യൂഷ്വലി ഹോർമോണൽ ബാലൻസ് റീസ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ് ഇത് യൂഷ്വലി ചെയ്യുന്നത്. അപ്പൊ നമ്മൾ യൂഷ്വലി കീറ്റോകോണസോൾ അതൊരു നോർമൽ ആയിട്ടുള്ളൊരു നമ്മൾ കേട്ട് പരിചയമുള്ളതാണ്, അത് നമുക്ക് കൊടുക്കാം. ആൻഡ് അതുപോലെ തന്നെ ഈ ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റിസ്, ഒബീസിറ്റി അതിനൊക്കെ നമ്മൾ ട്രീറ്റ് ചെയ്യാനുള്ള മെഡിസിൻസ് കൊടുക്കാം. പിറ്റ്യൂട്ടറി ഇറേഡിയേഷൻ, പേഷ്യന്റ് വിത്ത് പിറ്റ്യൂട്ടറി ഡിപ്പെൻഡന്റ് കുഷിംഗ് സിൻഡ്രോം വിത്ത് അഡ്രിനൽ ഹൈപ്പർപ്ലാസിയ ആൻഡ് സീവിയർ കുഷിംഗ് സിംറ്റംസ് സച്ച് ആസ് സൈക്കോസിസ്, പോവർലി കൺട്രോൾ, ഡയബറ്റിസ് മെലിറ്റസ്, അത് പിറ്റ്യൂട്ടറി ഇറേഡിയേഷൻ എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉണ്ട്, അത് നമുക്ക് കൊടുക്കാം. പിന്നെ ഫാർമക്കോളജിക്കൽ തെറാപ്പി എന്ന് പറയുന്നത് അഡ്രിനൽ എൻസൈം ഇൻഹിബിറ്റേഴ്സ്, മെറ്റിയപ്രോൺ നമ്മൾ ഓൾറെഡി പഠിച്ചു, അമിനോഗ്ലൂത്തമൈഡ്, മിറ്റോടെയിൻ, കീറ്റോകോണസോൾ ഒക്കെ നമുക്ക് കൊടുക്കാം. പിന്നെ കോർട്ടിസോൾ തെറാപ്പി ഇസ് എസെൻഷ്യൽ ഡ്യൂറിങ് ആൻഡ് ആഫ്റ്റർ സർജറി, ദ ഹെൽപ്പ് ടു പേഷ്യന്റ് ടു ടോളറേറ്റ് ദ സൈക്കോളജിക്കൽ സ്ട്രെസ്, അതൊക്കെ നമുക്ക് കൊടുക്കാം. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് transphenoidal hypophyseectomy, surgical removal of tumor by transphenoidal hypophyseectomy is the treatment of choice of pituitary tumors Cushing syndrome. അപ്പോൾ transphenoidal hypophyseectomy അതായത് surgical removal of tumor by transphenoidal hypophyseectomy is the treatment. അതായത് ആ ഒരു റിമൂവൽ ഓഫ് ട്യൂമർ. അപ്പൊ ട്രാൻസ്ഫിനോയിഡൽ ഹൈപ്പോസെക്ടമി എന്നാണ് പറയുന്നത്. പിന്നെ അഡ്രിനലക്ടമി ഇസ് എ ട്രീറ്റ്മെന്റ് ഓഫ് ചോയ്സ് ഇൻ പേഷ്യന്റ് വിത്ത് പ്രൈമറി അഡ്രിനൽ ഹൈപ്പോട്രോപ്പി, ഇത് പിറ്റ്യൂട്ടറിയിൽ വരുന്നതാണ്. പിന്നെ നഴ്സിംഗ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ ഹെൽത്ത് ഹിസ്റ്ററി കൊടുക്കുക, ഫിസിക്കൽ എക്സാമിനേഷൻ നോക്കുക, പേഷ്യന്റ് കണ്ടീഷൻ, മൂഡ് എങ്ങനെയാണ്. പിന്നെ അതുപോലെ തന്നെ നഴ്സിംഗ് ഡയഗ്നോസിസ്, ഇങ്ങനെ ഒരു 10 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ നഴ്സിംഗ് ഡയഗ്നോസിസ് പ്രോസസ്സ് നിങ്ങൾ കൊടുക്കുക. റിസ്ക് ഫോർ ഇഞ്ചുറി റിലേറ്റഡ് ടു വീക്ക്നെസ്സസ് ഫോർ ഇൻഫെക്ഷൻ, സെൽഫ് കെയർ ഡെഫിഷ്യൻ, ഇമ്പയർഡ് സ്കിൻ ഇന്റഗ്രിറ്റി, ഡിസ്റ്റർബ് ബോഡി ഇമേജ്. അപ്പം ഇത് മെയിൻ ആയിട്ട് നമ്മുടെ ഗോൾ എന്ന് പറയുന്നത് സ്കിൻ ഇന്റഗ്രിറ്റി, ബോഡി ഇമേജും മെന്റൽ ഫംഗ്ഷനും ഒക്കെ ഇംപ്രൂവ് ചെയ്യാനായിട്ടാണ് നമ്മൾ നോക്കാനുള്ളത്. അപ്പൊ നഴ്സിംഗ് ഇന്റർവെൻഷൻ എന്ന് പറയുന്നത് എന്താണ്? decrease the risk of injury, offer a safe environment to prevent falls and fracture, help the patient to move with bed out of bed, encourage to eat high protein, calcium, കാരണം മിനറൽസ് എല്ലാം തീരെ കുറവായിരിക്കും, വൈറ്റമിൻ ഡി ടു റെഡ്യൂസ് മസിൽ വേസ്റ്റിംഗ്, ഓസ്റ്റോപോറോസിസ്, ഓസ്റ്റിയോപീനിയ. പിന്നെ ഡിക്രീസ് ദ റിസ്ക് ഓഫ് ഇൻഫെക്ഷൻ, അതായത് വേറെ ഇൻഫെക്ഷൻ ആയിട്ടുള്ള പേഷ്യന്റ് കോണ്ടാക്ട് ഒഴിവാക്കുക. അസിസ്റ്റ് റെഗുലർലി ഫോർ സൈൻസ് ഓഫ് ഇൻഫെക്ഷൻ, അത് ചെയ്യുക. പിന്നെ ഉള്ളതാണ് പ്രിപ്പയറിംഗ് പേഷ്യന്റ് ഫോർ സർജറി, അതായത് ചെക്ക്
നമ്മൾ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവലൊക്കെ ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ സ്റ്റൂൾസ്, ഡയബറ്റിസ് മെലിറ്റസ് ഒക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. പിന്നെ റെസ്റ്റ് ആൻഡ് ആക്ടിവിറ്റി, അതായത് നമ്മൾ ഒരു ആക്ടിവിറ്റി സ്കെഡ്യൂളൊക്കെ കൊടുക്കുക. ഒരു റെസ്റ്റ് പീരീഡിന് ഓരോ ടൈം, ഒരു ക്വയറ്റ് എൻവോയ്മെന്റ് ഒക്കെ കൊടുക്കുക. പിന്നെ സ്കിൻ ഇന്റഗ്രിറ്റി, അതായത് നമ്മൾ അഡ്ഹസീവ് ടേപ്സ് ഒന്നും യൂസ് ചെയ്യാണ്ടിരിക്കുക. അതുപോലെ തന്നെ റെഗുലർ ടേണിങ് സ്കെഡ്യൂള് അത് കൊടുക്കുക. പിന്നെ ഇംപ്രൂവിങ് ബോഡി ഇമേജ്, അതായത് വെയിറ്റ് ഒക്കെ നമ്മൾ എന്ത് നോക്കുക, എഡീമ ഉണ്ടോ നോക്കുക, ഹൈ കണ്ടന്റ് ആയിട്ടുള്ള പ്രോട്ടീൻ, വൈറ്റമിൻ ഡി റിച്ച് ഒക്കെ കൊടുക്കുക. പിന്നെ കോംപ്ലിക്കേഷൻസ് എന്തെങ്കിലും ഉണ്ടോ, അതായത് ഹൈപ്പോ ടെൻഷൻ ഉണ്ടോ, അതുപോലെ തന്നെ IV ഫ്ലൂയിഡ്സ് കൊടുക്കുക. അഡിസോണിയൻ ക്രൈസിസ് ഉണ്ടോ, ഡെയിലി വെയിറ്റ് ചെക്ക് ചെയ്യുക, ഹൈ ഡയബറ്റിസ് മെലിറ്റസ് ഉണ്ടോ. അതുപോലെ തന്നെ പേഷ്യന്റിന് ഒരു സെൽഫ് കെയർ, അതായത് പേഷ്യന്റിനെ എഡ്യൂക്കേറ്റ് ചെയ്യുക അവരുടെ കോംപ്ലിക്കേഷൻസിനെ പറ്റി. അതുപോലെ തന്നെ കോർട്ടിക്കോസ്റ്റെറോയിഡ് അത് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് വരുന്നത്. പിന്നെ ഡയറ്ററി ഇൻടേക്ക്, അതുപോലെ തന്നെ എന്നും ബ്ലഡ് പ്രഷർ മോണിറ്റർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കുക ഗ്ലൂക്കോമീറ്റർ വെച്ച്. പിന്നെ അതുപോലെ തന്നെ സ്ട്രെസ് ഒരിക്കലും ഉണ്ടാവാണ്ടിരിക്കുക. പിന്നെ സേഫ് എൻവോയ്മെന്റ്, അതുപോലെ തന്നെ ഫോളോ അപ്പ് കെയർ. ഓക്കെ, അതൊക്കെ. പിന്നെ ഹോം കെയർ ഗൈഡ് ലൈൻസ് എന്ന് പറയുമ്പോൾ കോർട്ടിക്കോസ്റ്റെറോയിഡ്സ് നമ്മൾ അങ്ങനെ യൂസ് ചെയ്യൽ നിർത്തുക. അതുപോലെ തന്നെ ഹൈപ്പർ ടെൻഷൻ, ഹൈപ്പർ ഗ്ലൈസീമിയ, കാൽഷ്യം ഒക്കെ നല്ലപോലെ എടുത്തിട്ട് നമ്മൾ മാക്സിമം എക്സസൈസ് ചെയ്യുക, ബ്ലഡ് പ്രഷറും ഇതെല്ലാം മോണിറ്റർ ചെയ്യുക, ഫോളോ അപ്പ് ചെയ്യുക. അതൊക്കെയാണ് ഈ ഒരു ക്യുഷിംഗ് സിൻഡ്രോമിന്റെ ഇത് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. നമുക്ക് ആദ്യം തൊട്ട് ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ കുഷിംഗ് സിൻഡ്രോം എന്ന് പറയുന്നത് എന്താണ്? ഹൈപ്പർ കോർട്ടിക്കോളിസം ആണ്. അതെന്താണ്? അബ്നോർമൽ ആയിട്ട് നമ്മുടെ ഹോർമോൺ കോർട്ടിസോൾ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണ്. അവിടെ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് ഹൈപ്പോകലീമിയ വരും, ബഫലോ ഹം, ഫ്ലേഷ്യൽ പ്ലെത്തോറ, സുപ്രാക്ലാവിക്കുലർ ഫാറ്റ് പാഡ്സ്, ട്രങ്കൽ ഒബീസിറ്റി, വെയിറ്റ് ഗെയിൻ, പർപ്പിൾ സ്ട്രെച്ച് മാർക്ക്, അബ്ഡോമിനൽ സ്ട്രെച്ച് മാർക്ക് ഉണ്ടാവും, പ്രോക്സിമൽ മസിൽ വീക്ക്നെസ്, ബ്രൂസിങ്, ഹിർസ്യൂട്ടിസ്, അതായത് അബ്നോർമൽ ആയിട്ടുള്ള ഹെയർ ഗ്രോത്ത് ഇൻ ബോഡി, ഓസ്റ്റിയോപീനിയ, ലോ മിനറൽ ഡെൻസിറ്റി, ബ്ലഡ് പ്രഷർ കൂടും, ഡയബറ്റിസ് മെലിറ്റസ് കൂടും, ഇമ്മ്യൂണിറ്റി കുറയും, ഇമോഷണൽ ഡിസ്റ്റർബൻസ് ആയിട്ടുള്ള യൂഫോറിയ, ഡിപ്രഷൻ, അതുപോലെ തന്നെ സൈക്കോസിസ്, വ്രിങ്കിൾഡ് സ്കിൻ, അമിനോറിയ, പ്യൂർപൂറ, സ്കിൻ അൾസേഴ്സ് എല്ലാം വരും. പിന്നെ കോംപ്ലിക്കേഷൻ അഡിസോണിയൻ ക്രൈസിസ്, അഡ്വേഴ്സ് എഫക്ട് ഓഫ് കോർട്ടിക്കോസ്റ്റെറോയിഡ് ആക്ടിവിറ്റി, പിന്നെ ഹിസ്റ്ററി കളക്ഷൻ, ഫിസിക്കൽ എക്സാമിനേഷൻ. നമ്മൾ ലോ ഡോസ് മെത്തസനോൺ കൊടുക്കുക, രാവിലെ നോക്കുക. പിന്നെ മെറ്റോപ്രയോൺ യൂഷ്വലി ഇൻഹിബിറ്റ് ചെയ്യുന്നതാണ്, യൂറിനിൽ ഉണ്ടോ എന്ന് നോക്കുക. ലോ ഡോസ് DST, മോർണിംഗ് പ്ലാസ്മ, അതൊക്കെ ചെക്ക് ചെയ്യുക. ഇമേജിംഗ് സ്റ്റഡീസ്, ബ്ലഡ് പ്രഷർ, അതൊക്കെ നമ്മൾ നോക്കുക. പിന്നെ അതിന്റെ മാനേജ്മെന്റ് യൂഷ്വലി എന്താണ്? അഡ്രലക്ടമി, അതുപോലെ ട്രാൻസ്പെനോയിഡൽ എക്ടമി, അതൊക്കെയാണ് മാനേജ്മെന്റ് അഡ്രനൽ കോഴ്സസ് എന്നൊക്കെ പറയുന്നത്. പിന്നെ ഉള്ളതാണ് മെഡിക്കൽ ട്രീറ്റ്മെന്റ്, ഈ കീറ്റോകോണസോള്, അതുപോലെ മെറ്റിയാപ്രോയിറ്റ്, എന്താണ് ആ സാധനം? ഈ ഒരു ഫാർമക്കോളജി, ഈ പേര് ഓർത്തിരിക്കാൻ നല്ല ഇതാണ്. മെറ്റിറാപ്പോൺ എന്ന് പറയുന്നത്. ഓക്കെ, മെട്രിയാപ്രോൺ എന്ന് പറയുന്നത് അതൊക്കെ കൊടുക്കുക. അങ്ങനെ കുറെ മാനേജ്മെന്റ് കൊടുക്കുക. അതുപോലെ തന്നെ കോർട്ടിക്കോസോൾ തെറാപ്പി, നഴ്സിംഗ് ഡയഗ്നോസിസ് എന്താണ്, എന്തൊക്കെ ഇന്റർവെൻഷൻ ആണ് കൊടുക്കുന്നത്, പേഷ്യന്റിന് വീട്ടിൽ ഹോം കെയർ എന്താണ് കൊടുക്കുന്നത്, അതൊക്കെ നമുക്ക് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പൊ കുഷിംഗ് സിൻഡ്രോം എല്ലാവർക്കും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്ന. ഈ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി കുഷിംഗ് സിൻഡ്രോമിനെ പറ്റി ഏകദേശം ഒരു ഐഡിയ കിട്ടും. നിങ്ങൾ ഇനി അത് മറക്കാതിരിക്കുക, ഇതിന്റെ കൂടെ തന്നെ പഠിച്ചു. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.